ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ്. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ സൽമ ജോലിയൊക്കെ ഒതുക്കി മൂത്ത മകനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് റോഡിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു പയ്യൻ കടയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. ഈ ബംഗാളികളൊക്കെ നാട്ടിൽ ജോലിക്കായി വന്നിട്ടിപ്പം മലയാളിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ആയല്ലോ. ഇടം കണ്ടിട്ട് അവനെ ഒന്നേ നോക്കിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. സമയം മുന്നോട്ട് നീങ്ങി. പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങിയതും കുഞ്ഞിന് പാപ്പം കൊടുത്തോണ്ടിരുന്ന അവൾ നൈറ്റിയുടെ സിപ്പും വലിച്ചിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ മുന്നിൽ അവളുടെ വാപ്പ ബഷീറായിരുന്നു. കണ്ടപാടെ കുഞ്ഞിനെ എടുത്ത് അയാൾ മോളുടെ തോളിൽ തടവിക്കൊണ്ട് അകത്തേക്ക് കയറി. ആ വാപ്പ എന്താ ഈ നേരത്ത്? ഉമ്മ എവിടെ? ഞാൻ ടൗണിൽ പോയി വരുവാടി മോളെ, വരുന്ന വഴി ഇങ്ങോട്ട് കയറിയതാ. മോൻ എവിടെ? പഠിക്കാൻ പോയോ? പോയി വാപ്പ, അവൾ പറഞ്ഞുകൊണ്ട് കുടിക്കാനെടുക്കാനായി വേഗം അടുക്കളയിലേക്ക് കയറി. ബഷീറാണെങ്കിൽ അവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കാനും. ഇന്നാ വാപ്പ, ഇത് കുടിക്ക്. 5 മിനിറ്റ് കഴിഞ്ഞതും സൽമ ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി എത്തി. ആകെ നാശമായല്ലോ മോളെ, ഇവിടെ എല്ലാം പുല്ല് പിടിച്ചും പൊടിയും കയറി. വൃത്തിയാക്കലൊന്നുമില്ല ഇവിടെ. ഞാൻ എന്ത് ചെയ്യാനാ? ഈ കുഞ്ഞിനെ ഇട്ട് അടുക്കളപ്പണി എടുക്കാൻ തന്നെ പാടാണ്, പിന്നെയല്ലേ പുറംപണി. അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് ചുണ്ടുമലർത്തി. അതും ശരിയാണ്, ഞാൻ മോളോട് പറഞ്ഞതല്ലേ കുറേ നാള് ഉമ്മയും കൂട്ടി ഇങ്ങോട്ട് കൂട്ടാൻ. അതൊന്നും വേണ്ട വാപ്പ, ഒന്നാമതേ വയ്യ പാവത്തിന്. എന്നാ പിന്നെ പുറംപണിക്ക് 2 ബംഗാളികളെ വിളിച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. ദൂരോട്ടൊന്നും പോകണ്ടല്ലോ, ജോലിക്കാർ അടുത്ത് തന്നെ ഇല്ലേ? എൻ്റെ വാപ്പ, മലയാളം പോലും എനിക്ക് നല്ല പോലെ അറിയില്ല, അപ്പോഴാ ബംഗാളി. അവളുടെ സംസാരം കേട്ട അയാൾ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. ഇനി നീ ബംഗാളി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം, പോരെ? അയാൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാനായി പുറത്തേക്കിറങ്ങിയതും സൽമ കാണുന്നത് രാവിലെ മകനെ വണ്ടിയിൽ കയറ്റാൻ പോയപ്പോൾ കണ്ട ബംഗാളി തിരിച്ചു വരുന്നതായിരുന്നു. ബഷീർ അയാളെ തന്നെ കൈകൊട്ടി വിളിച്ചതും മേലേക്ക് കയറാൻ പോയ അവൻ അടുത്തേക്ക് വന്നു. എന്താ ചേട്ടാ? അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചതും സൽമയും ബഷീറും മുഖത്തോട് മുഖം നോക്കി. ആ, മലയാളിയായിരുന്നോ താൻ? സ്ഥലം പാലക്കാടാണ്, ഇവിടെ ജോലിക്കായി വന്നതാണ്. അവനത് അയാളോട് പറയുമ്പോൾ പിന്നിൽ കുഞ്ഞുമായി സൽമ അവനെ അടിമുടി ഒന്ന് നോക്കി. ഇവനല്ലേ അന്ന് വൈകിട്ടും മേലെ ഇന്ന് ഇവിടേക്ക് നോക്കിയത്? ഇവൻ തന്നെ ആയിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. ആണോ? അതെന്തായാലും കാര്യമായി. അതിരിക്കട്ടെ, ഇവിടെ ഇപ്പം ആരുമില്ലേ? മലയാളിയാണെന്നറിഞ്ഞതും ബഷീർ അവനോട് കാര്യങ്ങൾ തിരക്കി. ഇല്ല ചേട്ടാ, അവരൊക്കെ ജോലി കുറവായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി. അതുകൂടി കേട്ടതും സൽമ ഉറപ്പിച്ചു അന്ന് തന്നെ നോക്കിയത് ഇവൻ തന്നെയാണെന്ന്. എന്തായാലും താൻ പണിയില്ലാതെ നിൽക്കുമല്ലേ, 2-3 ദിവസത്തെ ജോലിയുണ്ട്, ചെയ്യാമോ? ആ ചെയ്യാൻ ചേട്ടാ. എവിടെയാ വരേണ്ടത്? ഇവിടെ തന്നെ. ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പുല്ലൊക്കെ വെട്ടി വേസ്റ്റ് കുറച്ചുണ്ട്, അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം. ആ, ഞാൻ ചെയ്യാം. 3-4 ദിവസമായി ജോലി ഇല്ലാതിരുന്ന അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അയാളെയും അവളെയും ജോലി കിട്ടിയ സന്തോഷത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു. എന്നാലും ഇവൻ എന്തിനായിരിക്കും എന്നെ നോക്കിയത്? ഇനി എന്നെ തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന സുന്ദരികളെ നോക്കാത്ത ആണുങ്ങളുണ്ടോ? അവൾ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വാപ്പ പോയതും മെല്ലെ അകത്തേക്ക് കയറി. നാട്ടിൽ പലചരക്ക് കടയുമായി നടന്ന ഷാജിയുടെ ബിസിനസ്സുകൾ തകർന്നത് കൊറോണയുടെ വരവോടുകൂടിയായിരുന്നു. സാധാരണക്കാരൻ പോലും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതും അയാൾ ശരിക്കും വീണുപോയിരുന്നു. അവസാനം കടയും പൂട്ടി വീട്ടിലിരിപ്പായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് താൻ ഈ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന സത്യം.
5-6 മക്കളുള്ള കുടുംബത്തിലെ ഇളയ സന്തതിയാണെങ്കിലും ഷാജിയുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കാണാൻ കുറച്ച് ഭംഗി മാത്രമായിരുന്നു. അതും വെച്ചായിരുന്നു ഷാജി സുന്ദരിയായ സൽമയെ വളച്ചതും അവളെയും കൊണ്ട് ഒളിച്ചോടിയതുമൊക്കെ. സൽമയുടെ വീട്ടുകാർ കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് മുൻപന്തിയിലായതുകൊണ്ടും ഒറ്റ മകളോടുള്ള സ്നേഹം കൊണ്ടും അംഗങ്ങൾ കൂടുതലുള്ള ആ ഓടിട്ട പുരയിൽ നിന്ന് ഷാജിയെയും സൽമയും പിണക്കങ്ങളൊക്കെ മറന്നു വീട്ടിലേക്ക് വിളിച്ചത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന അവന് ജംഗ്ഷനിൽ ഒരു പലചരക്ക് കട ഇട്ടുകൊടുക്കുകയും താമസിക്കാൻ 2 നിലയുള്ള മനോഹരമായൊരു വീടും പണിതു കൊടുത്തിരുന്നു. അവർ എല്ലാം തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള അഹങ്കാരം സൽമയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ആയിരുന്നു അവനോട് ഇടപഴകിയതും സ്നേഹിച്ചതുമൊക്കെ. മുഖത്ത് വില കൂടിയ സൗന്ദര്യ വസ്തുക്കൾ, കഴിക്കാനും ഉടുക്കാനുമൊക്കെ വില കൂടിയ ഭക്ഷണവും തുണികളും. 2 പേരുടെയും ജീവിത സാഹചര്യങ്ങളും വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചു വന്ന അവളെ ഇതിനോടെല്ലാം വീണ്ടും ഭ്രമിപ്പിച്ചത് ഷാജിയുടെ ഭാര്യാസ്നേഹം തന്നെയായിരുന്നു. പക്ഷേ കടയും പൂട്ടി കയ്യിലുള്ള പണവും തീർന്നു തുടങ്ങിയതും അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. സാധാരണ പെണ്ണുങ്ങളെക്കാൾ കുറച്ചധികം ുള്ള സൽമ 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന ഷാജിയുമായി ചെറിയ വഴക്കും പിണക്കവുമൊക്കെയായി 2 പേരുടെയും സംസാരത്തിന് പോലും നീളമില്ലാതായതും വീണ്ടും അവളുടെ ബന്ധുക്കളൊക്കെ സഹായിച്ച് വേഗം തന്നെ ഗൾഫിലേക്ക് പറന്നു. ഒറ്റയ്ക്കായിപ്പോയ സൽമയും 2 വയസ്സുള്ള കുഞ്ഞിനെയും വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൾ പോകാൻ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തന്നെയായിരുന്നു അവൾക്ക്. പുറത്തെവിടെയും പോകില്ല, 4 പേർ കുറ്റം പറയുന്ന സ്വഭാവം ഒന്നും തന്നെയില്ല. പക്ഷേ വീട്ടിനുള്ളിൽ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. തൊട്ടടുത്തൊക്കെ ബന്ധുക്കളും കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിയോനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി. ഷാജി പോയതിനു ശേഷം 5 വർഷങ്ങൾ അതിവേഗമായിരുന്നു കടന്നുപോയത്. പോയ പോക്കിൽ തന്നെ വിചാരിച്ചതിലും കൂടുതൽ ശമ്പളവും മുഷിപ്പില്ലാത്ത ജോലിയുമൊക്കെ കിട്ടിയ ശേഷം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു അയാൾക്ക്: എങ്ങനെയും പണമുണ്ടാക്കണം. ഈ കാര്യത്തിൽ പണി കിട്ടിയതാണെങ്കിൽ സൽമയ്ക്കും. പണ്ട് മുതലേ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമുള്ള അവൾക്ക് ഈ ആർഭാടങ്ങൾക്കൊപ്പം തന്നെ മത്തുപിടിപ്പിക്കുന്ന ഒന്നായിരുന്നു മറ്റേത്. പട്ടിണി കിടന്നാലും അവൾക്ക് അതില്ലാണ്ട് പറ്റില്ല എന്ന അവസ്ഥ വരെ ചിലപ്പോഴൊക്കെ എത്തിയിട്ടുണ്ട്. കെട്ടിയോൻ നാട്ടിലുള്ളപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ പോലും പണിയെടുപ്പിച്ചിരുന്ന അവൾ മുഴുപട്ടിണി ആയ പോലെ ആയിരുന്നു. അയാൾ പോയി 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷമായപ്പോഴേക്കും സഹികെട്ടായിരുന്നു അവൾ കെട്ടിയോനെ നാട്ടിലേക്ക് വരുത്തിയത്. നാട്ടിലേക്ക് വന്ന അവനെ രാവും പകലും എങ്ങോട്ടും വിടാതെ ആയിരുന്നു സൽമ പണിയെടുപ്പിച്ചത്. അമിതമായി വന്ന കാശിൻ്റെ ആർത്തിയിൽ വീടിന് മുന്നിൽ തന്നെയായി നീളത്തിൽ റോഡിനോട് ചേർന്ന് 3-4 മുറികളുള്ള കടകളും മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ എന്ന പോലെ 2 മുറികളും ചെറിയ ഹാളും അടുക്കളയും ഒക്കെയായി കുഞ്ഞു വാടക വീടും വന്നു നിന്ന് 6 മാസം കൊണ്ട് അയാൾ ഉണ്ടാക്കിയിരുന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് സൽമയ്ക്ക് 2ാമതും വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പറന്നത്. മാസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. കടകളൊക്കെ അവളുടെ വാപ്പയുടെ നേതൃത്വത്തിൽ പലർക്കും വാടകയ്ക്ക് കൊടുത്തു. കിട്ടുന്ന വാടകയൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും തീർക്കാൻ ഒട്ടും മടിയില്ലായിരുന്നു അവൾക്ക്. അതുപോലെയായിരുന്നു പണം വന്നുകൊണ്ടിരുന്നത്. 2ാമത്തെ കുഞ്ഞിന് 1 വയസ്സാവാറായപ്പോഴേക്കും തിന്നുകൊഴുത്ത അവൾ ശരിക്കും ഒരു കുതിരയെപ്പോലെ മാറിയിരുന്നു. ഭർത്താവ് അടുത്തില്ലാത്ത സന്തോഷം ഓൺലൈനിൽ വാങ്ങുന്ന പലവിധ വസ്തുക്കളും ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തിയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തോടെയുള്ള ജീവിതം നയിച്ചും മുന്നോട്ട് നീങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ബഷീർ പറഞ്ഞേൽപ്പിച്ച പോലെ ജോലി ചെയ്യാനായി അവനെത്തി. പതിവ് പോലെ മോനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു വരുന്ന സൽമ കാണുന്നത് സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ള തിണ്ണയിൽ പടിസാധനമൊക്കെ വെച്ചിട്ട് ജോലി ഷർട്ട് എടുത്തിടുന്ന അവനെയാണ്. ആള് മലയാളിയാണെങ്കിലും കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നില്ലായിരുന്നു. ഏറി വന്നാൽ ഒരു 28-30.
മെലിഞ്ഞ നീളമുള്ള ശരീരമാണെങ്കിലും അവളുടെ കണ്ണുകൾ പതിഞ്ഞത് ആ ഉറച്ച നെഞ്ചിലേക്ക് തന്നെയായിരുന്നു. കാണാൻ ഇരുനിറമുള്ള അത്യാവശ്യ സൗന്ദര്യമൊക്കെയുള്ള അവൻ അവളെ കണ്ടതും നോക്കിയൊന്ന് ചിരിച്ചു. ആ താത്ത, എവിടെയാ പണി? ഇവിടെ നിന്നങ്ങ് തുടങ്ങട്ടെ? അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു.